തിരികെ വാർത്തയിലേക്ക്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സസ്പെൻഷൻ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. MLA ആയി തുടരും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി മാത്രമായാണ് ഇപ്പോൾ ഈ സസ്പെൻഷനിൽ ഒതുങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അങ്ങനെ തന്നെയാണ്. കാരണം കോൺഗ്രസിന് രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവയ്പ്പിക്കാൻ ഉള്ള ഒരു തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോയിരിക്കുന്നു. ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് രാഹുലിനെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ. കാരണം ഇപ്പോൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ ഈ രാഹുലിനെതിരെ സ്വീകരിക്കേണ്ട ഏറ്റവും ശക്തമായ നടപടി എന്നുള്ളത് അത് രാജി തന്നെയാണ്. MLA സ്ഥാനത്ത് നിന്ന് രാഹുലിനെ രാജിവയ്ക്കാൻ രാഹുലിനോട് നിർദ്ദേശം നൽകുക എന്നുള്ളതാണ്. പക്ഷേ അതിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോയിരിക്കുന്നില്ല. പകരം ഒരു സസ്പെൻഷൻ ചെയ്തിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ ഇനി രാഹുൽ കോൺഗ്രസ്സുകാരനല്ല എന്നുള്ള വേണമെങ്കിൽ പറഞ്ഞ് ആ ഒരു ആരോപണങ്ങളിൽ നിന്ന് തടിതപ്പി മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ തൽക്കാലം മുഖം രക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമീപനവുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ശക്തമായ നടപടിയിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഒപ്പം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഒരു ജനപ്രതിനിധിയായി തുടരാൻ രാഹുലിനെ കോൺഗ്രസ് അനുവദിച്ചിരിക്കുകയാണ്. കൃത്യമായി രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിലെ ധാർമ്മികതയല്ല, മറിച്ച് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ BJP വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ഉറച്ച വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാജി എന്ന നിലയിൽ ഉറച്ചു നിന്നിരുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും പോലെയുള്ള നേതാക്കൾ പോലും രാഹുൽ രാജിവെക്കണമെന്ന് അസംതൃപ്തമായി ആവശ്യപ്പെട്ടിട്ട് കൂടി ഇപ്പോൾ രാഹുലിന്റെ രാജി വേണ്ട, MLA സ്ഥാനത്ത് നിന്നുള്ള രാജി വേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നത്. പകരം സസ്പെൻഷൻ ചെയ്യുന്നു. അതോടെ കോൺഗ്രസിന്റെ ഭാഗമല്ലാതെ രാഹുലിന് MLA ആയി തുടരാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് പോയിരിക്കുന്നത്. ഇനി ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, സാധാരണഗതിയിൽ ഇത്തരത്തിലൊരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുന്ന പാർട്ടി രീതിയുണ്ട്. പക്ഷേ അച്ചടക്ക സമിതിയുടെയോ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിശോധനയ്ക്കോ അന്വേഷണത്തിനോ നിലവിൽ തീരുമാനമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു അന്വേഷണമോ പരിശോധനയോ ഉണ്ടായാൽ രാഹുലിനെതിരായ തെളിവുകൾ വിലയിരുത്തപ്പെടുകയും ഇത് എന്താണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തി എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കേണ്ടിയും വരും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കി ആ സസ്പെൻഷൻ എന്നൊറ്റ നടപടിയിൽ മാത്രം ഒതുങ്ങി രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള ന്യായീകരണത്തിന് മാത്രമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുക. രാഹുലിന്റെ ഭാഗം കേൾക്കണമെന്നോ അല്ലെങ്കിൽ രാഹുൽ പറയുന്ന രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ ഒരു അച്ചടക്ക സമിതി അടക്കമുള്ളവർ പരിശോധിക്കണമെന്നോ തുടങ്ങിയിട്ടുള്ള ഒറ്റ കാര്യവും ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പുതിയതായി മനസ്സിലാക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള അച്ചടക്ക സമിതി ഇത്തരം വിഷയങ്ങളൊക്കെ പരിശോധന നടത്തേണ്ടതാണ്. അത്തരം പരിശോധനകളും ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൃത്യമായി രാഹുലിനെതിരായ തെളിവുകൾ പാർട്ടി ചർച്ച ചെയ്യാനോ പാർട്ടി പരിശോധിക്കാനോ തയ്യാറാകുന്നില്ല, മറിച്ച് സസ്പെൻഷൻ കൊടുക്കുന്നു. അതോടുകൂടി തൽക്കാലം വിവാദങ്ങൾ ഒതുക്കി തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രതിസന്ധിയിലേക്ക്, ഉപതെരഞ്ഞെടുപ്പ് എന്നൊരു പ്രതിസന്ധിയിലേക്ക് പോകാതെ തങ്ങളുടെ വശം സേഫാക്കി നിർത്തുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഇനി ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി താൻ വേട്ടയാടപ്പെടുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാടൊക്കെ അദ്ദേഹം അറിയിച്ചതാണ്. പ്രത്യേകിച്ച് തനിക്കെതിരെ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു ചർച്ച വരുത്താൻ രാഹുൽ ശ്രമിച്ചിരുന്നു. ഒരു ഭാഗം നേതാക്കളുടെ പിന്തുണ പിടിച്ചു പറ്റാൻ രാഹുൽ ശ്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ പോലെയാണ് ചിലർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ കോൺഗ്രസിൽ വലിയ അതൃപ്തിയുണ്ട്. രാഹുലിന്റെ നടപടികൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് എന്നുള്ളൊരു വിലയിരുത്തലും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തൽക്കാലം കോൺഗ്രസ് മറക്കുകയാണ്. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യം, അവിടെ BJP വിജയിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ വന്നു. അതോടുകൂടി അത്തരമൊരു നടപടിയിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോയിരിക്കുന്നു. കോൺഗ്രസിന്റെ എല്ലാ പ്രഖ്യാപിതമായ നയങ്ങളും വനിതാ നേതാക്കളടക്കം ആവശ്യപ്പെട്ട കാര്യങ്ങളടക്കം, ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ കോൺഗ്രസ് ഒരു കാരണവശാലും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരുന്നു. പ്രത്യേകിച്ച് ബിന്ദു കൃഷ്ണയും ഉമാ തോമസിനെയും പോലെയുള്ള നേതാക്കൾ പോലും ആവശ്യപ്പെട്ടതാണ് രാഹുൽ രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്നുള്ളത്. ആ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക്, ആ നേതാക്കളുടെ ആവശ്യങ്ങൾക്ക് കോൺഗ്രസ് പുല്ലുവില കൊടുത്തിരിക്കുന്നു എന്നുകൂടി പറയാം. വനിതാ നേതാക്കളടക്കം ആവശ്യപ്പെട്ടിട്ടും രാഹുലിന്റെ രാജിയിലേക്ക് പോകാതെ തങ്ങളുടെ രാഷ്ട്രീയ സ്ഥാനം, MLA സ്ഥാനം ഇപ്പോൾ രാഹുൽ പാർട്ടിക്ക് പുറത്തു നിൽക്കുകയാണെങ്കിലും ശരി, കോൺഗ്രസിന്റെ MLA തന്നെയാണ് രാഹുൽ. അത് കോൺഗ്രസിന്റെ MLA തന്നെ, UDFന്റെ MLA തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചത്. തൽക്കാലം സസ്പെൻഷൻ നൽകി പാർട്ടിയിൽ നിന്ന് പുറത്തു നിർത്തുന്നതിനപ്പുറത്തേക്ക് രാജിവെപ്പിച്ച് മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.
പ്രജിത്ത്, അതുപോലെ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. കോൺഗ്രസിലെ നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പോഷക സംഘടനകളും അടക്കം ധാർമ്മികമായി MLA സ്ഥാനത്ത് രാഹുലിന് തുടരാൻ കഴിയില്ല എന്ന് തന്നെ ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല, സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരിക്കുന്നത്. ഇനിയും MLA ആയി രാഹുലിന് തുടരാനാകുമെന്നാണ് ഇപ്പോൾ KPCC വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രജിത്ത്, ഇപ്പോൾ പാലക്കാട് MLA സ്ഥാനം രാഹുൽ രാജിവെച്ചാൽ വീണ്ടും ഒരു പുതിയ കോൺഗ്രസിന് ആ സീറ്റ് തിരികെ ലഭിക്കുമെന്ന ഉറപ്പില്ലാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് KPCC എത്തിച്ചത്? ദൃശ്യ അതുതന്നെയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, രാഹുൽ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ളൊരു നിയമോപദേശം കോൺഗ്രസ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ UDFന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ BJP അവിടെ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് വീണ്ടും നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് ഒരു തർക്കമില്ല, UDFന്റെ ഒരു തർക്കവുമില്ല. UDFന്റെ ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ രാജിവെച്ച് BJPക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി നൽകേണ്ട എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് UDF പോയതും ആ ഒരു തീരുമാനം കോൺഗ്രസ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. കാരണം KPCCക്കാണ് AICC പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് ഇതിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ളത്. അപ്പോൾ KPCC നേതൃത്വം അപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനെയും പോലെയുള്ള നേതാക്കൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു രാഹുലിന്റെ വിഷയത്തിൽ. കാരണം മകളെ പോലെയാണ് ആ പെൺകുട്ടി എന്നായിരുന്നു ആദ്യം രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച സിനിമാ നടിയുടെ കാര്യത്തിൽ VD സതീശൻ പറഞ്ഞിരുന്നത്. അങ്ങനെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയും പിന്നീട് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ രാഹുലിന്റെ കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്ന് പാർട്ടിയിൽ ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായതാണ്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ള നിയമോപദേശം വന്നതോടുകൂടി ഉപതെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കും, കോൺഗ്രസ് അമ്പെ പരാജയപ്പെടുമെന്നുള്ള വിലയിരുത്തൽ UDFൽ കൂടി വന്നതോടുകൂടിയാണ് കോൺഗ്രസ് തങ്ങളുടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളടക്കം തങ്ങളുടെ മുൻ തീരുമാനത്തിൽ നിന്നൊരു U-ടേൺ അടിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ കാണേണ്ടിയിരിക്കുന്നു. ഈ നേതാക്കളെ വിശ്വസിച്ച് രാഹുൽ രാജിവെക്കണമെന്ന് പരസ്യമായി പറഞ്ഞ, അതായത് പാർട്ടി രാഹുലിനെതിരെ രാജിവെപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകുമെന്ന് വിശ്വസിച്ചിരുന്ന ഉമാ തോമസിനെയും ബിന്ദു കൃഷ്ണയും പോലെയുള്ള വനിതാ നേതാക്കൾ കൂടി ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ രാഹുൽ രാജിവെച്ചേ അടങ്ങൂ എന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചു. ആ നിലപാടിനെ ഇനി അവർക്ക് മാറ്റി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യം കോൺഗ്രസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. നേരത്തെ പല തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി അവിടെ വിജയിച്ചു കയറാൻ സഹായിച്ച ഷാഫി പറമ്പിൽ എഫക്റ്റ് അത് വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും അല്ലെങ്കിൽ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് സ്ത്രീകളുടെ ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾ, അതിക്രമ ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ള സമയത്ത് CPMന്റെ ഒരു പതിവ് രീതി അവരുടെ നേതാക്കളെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു. നേരത്തെ മുകേഷ് MLAക്കെതിരെ ആരോപണം വന്നപ്പോൾ, PK ശശിക്കെതിരെ ആരോപണം വന്നപ്പോൾ വനിതാ കമ്മീഷൻ ഞങ്ങൾ സ്വമേധയാ കേസെടുക്കില്ല, ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയും കോടതിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്, അവരുടെ ആ പ്രതികരണങ്ങളും കണ്ടതാണ്. അപ്പോൾ തുടർച്ചയായി സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ, സ്ത്രീകൾ നൽകിയ പരാതികളിൽ, DYFI നേതാക്കളടക്കം നൽകിയ പരാതികളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാതെ വേട്ടക്കാരെ സംരക്ഷിച്ച് നിർത്തിയ CPMന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായ ഒരു പ്രതിഷേധം ഒരുക്കാനോ ഒരു പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങാനോ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോൾ ആദ്യം മുതൽ പ്രതിഷേധത്തിലുണ്ടായിരുന്നത്, ആദ്യ നിമിഷം മുതൽ പ്രക്ഷോഭത്തിലുണ്ടായിരുന്നത് BJPയും യുവമോർച്ചയും മഹിളാ മോർച്ചയും ഒക്കെയാണ്. അതിപ്പോൾ നമ്മൾ തലസ്ഥാനത്ത് കണ്ടു, പിന്നെ പാലക്കാട് കണ്ടു, മഹിളാ മോർച്ചയുടെ പ്രതിഷേധങ്ങൾ കണ്ടു, യുവമോർച്ചയുടെ പ്രതിഷേധങ്ങൾ കണ്ടു, BJPയുടെ പ്രതിഷേധങ്ങൾ കണ്ടു. അങ്ങനെ ശക്തമായ പ്രതിഷേധം പാലക്കാടും തിരുവനന്തപുരത്തും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുക്കിയത് BJPയാണ്. അതുകൊണ്ട് അതിനൊപ്പം തന്നെയാണ് BJPയുടെ അവിടുത്തെ ക്രമാനുഗതമായ വളർച്ചയും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും BJP അവിടെ വിജയിച്ച് കയറുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി വന്നതോടുകൂടി തങ്ങൾ ഇത്രയും ദിവസം പറഞ്ഞിരുന്ന നടപടി ഉണ്ടാകും, ശക്തമായ നടപടി ഉണ്ടാകും, മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ അവരുടെ തന്നെ അഭിപ്രായങ്ങൾ വിഴുങ്ങേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഉമാ തോമസും ബിന്ദു കൃഷ്ണയും പോലെയുള്ള നേതാക്കൾ ഇനി എന്ത് പ്രതികരണമാണ് നടത്താൻ പോകുന്നതെന്ന് ഇതിൽ വളരെ ശ്രദ്ധേയമായിരിക്കും. കാരണം അവരാണ് ഏറ്റവും അധികം പരസ്യമായി പറഞ്ഞത് രാഹുൽ രാജിവെക്കണം, രാഹുൽ രാജിവെച്ച് കൃത്യമായി പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതും. കാരണം ഇനി ഈ സസ്പെൻഷൻ എന്നുള്ളത് രാഹുലിനെ പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതേ ഉള്ളൂ. രാഹുൽ MLA ആണ്. രാഹുലിന് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വേണമെങ്കിൽ പങ്കെടുക്കാനും കഴിയും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് രാഹുൽ പോവുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ഇനി രാഹുൽ എന്ത് പറയുന്നു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ രാജ്യത്തുള്ളൊരു സാഹചര്യം ഒഴിവാക്കാൻ രാഹുൽ പരമാവധി ശ്രമിച്ചിരുന്നു. രാഹുലിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു, രാഹുലിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ള വരുത്തി തീർക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ രാഹുൽ നടത്തി. പാർട്ടിയിൽ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെയും പിന്നിൽ നിന്ന് പലരും കുത്തി എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. രാഹുൽ
രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട വനിതാ നേതാക്കന്മാർക്കെതിരെ ഉമാ തോമസ് അടക്കമുള്ള വനിതാ നേതാക്കന്മാർ ഇപ്പോൾ സൈബർ ആക്രമണം നേരിടുന്ന സാഹചര്യമുണ്ടായി. ബിന്ദു കൃഷ്ണ അടക്കമുള്ള നേതാക്കൾക്കെതിരെ വിമർശനം വന്നു, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്കെതിരെ വിമർശനം വന്നു. അങ്ങനെ രാഹുലിന് വേണ്ടി ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഒക്കെ രാഹുലിനെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയുള്ള നിലപാടുകളും കോൺഗ്രസിൽ സ്വീകരിച്ചിരുന്നു. അതും വലിയൊരു തർക്കത്തിലേക്ക് പോയിരുന്നു. പിന്നെയാണ് ഈ പറയുന്ന രീതിയിലുള്ള നിയമോപദേശം ലഭിക്കുന്നതും രാഹുൽ തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നതും. ഇനി അറിയേണ്ടത് രാഹുൽ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ്. മകളെ പോലെയാണ് ആദ്യം പരാതി കൊടുത്ത പെൺകുട്ടി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇതിൽ എന്തു പറയുമെന്നുള്ളതാണ്. പാർട്ടി മാതൃകാപരമായും ശക്തമായ നടപടിയും സ്വീകരിക്കുമെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല ഇതിൽ എന്തു പറയുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പ്രജിത്ത്, അതുപോലെ തന്നെ കോൺഗ്രസിലെയും അതുപോലെ മഹിളാ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും ഒക്കെ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു, ഇതുപോലെയുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിനിടയ്ക്ക് ഈ KPCCയുടെ ഈ തീരുമാനം അവരോട് കാട്ടുന്ന അനീതി തന്നെയല്ലേ? യൂത്ത് കോൺഗ്രസിലെ ഈ KSUവിലെയും യൂത്ത് കോൺഗ്രസിലെയും ഒക്കെ ചില വനിതാ പ്രവർത്തകർ രാഹുലിനെതിരെ പരാതി പറഞ്ഞെന്നും അവർ പിന്നീട് കോൺഗ്രസ് വിട്ടുപോകുന്ന KSU ഒക്കെ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള വെളിപ്പെടുത്തലുകളും വന്നിരുന്നു. അങ്ങനെ പാർട്ടിക്കകത്തുള്ള സ്ത്രീകളെ പോലും രാഹുൽ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ സജീവമായിരുന്നു. അപ്പോൾ അവർക്ക് പോലും അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് പോലും ഈ ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്നൊരു സംരക്ഷണമോ കോൺഗ്രസിൽ നിന്നൊരു പിന്തുണയോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച സിനിമാ നടി എന്നുള്ളത് അവർ കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തക എന്ന് വിളിക്കാവുന്ന ഒരാളാണ്. കാരണം പ്രതിപക്ഷ നേതാവുമായി അത്രയധികം അടുപ്പമുള്ള പ്രതിപക്ഷ നേതാവ് എനിക്ക് മകളെ പോലെയാണെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞൊരു സ്ത്രീയാണ്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ അടക്കം അണിനിരന്നിട്ടുള്ള ഒരു കോൺഗ്രസ് അനുകൂലിയെന്നോ കോൺഗ്രസ് പ്രവർത്തകയെന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരാൾ കൂടിയാണ് ആ സിനിമാ നടി. അവർക്ക് പോലും കോൺഗ്രസിൽ നിന്ന് കൃത്യമായിട്ട് നീതി ലഭിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനോ കോൺഗ്രസിന്റെ ഒരു നേതാവോ എന്നുള്ളതല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നുള്ളതാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തി, MLA ആയിരിക്കുന്ന വ്യക്തി, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിയായി വരെ മാറാൻ ശേഷിയുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അയാൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മന്ത്രി എന്ന് ഉദ്ദേശിച്ചപ്പോൾ അധികാരത്തിലിരിക്കുന്ന MLA ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മന്ത്രിയായി വരെ മാറാൻ കഴിയും. അത്തരം ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന അത്തരം ഒരു പൊസിഷനിലിരിക്കുന്ന ആൾ ഉപയോഗിച്ച് തന്റെ പൊസിഷൻ ഉപയോഗിച്ച് മറ്റു പല സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും ഈ പറയുന്ന രീതിയിൽ ആ പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ തനിക്ക് വേണമെങ്കിൽ അവരെ കൊന്നുകളയാൻ വരെ കഴിയുമെന്നുള്ള ഒരു പ്രിവിലേജോടെ അല്ലെങ്കിൽ ഒരു അധികാര മത്തയോടെയൊക്കെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റൊരിടത്ത് പല സ്ത്രീകൾക്കും ലൈംഗിക താല്പര്യത്തോടെയുള്ള മെസ്സേജുകൾ അയക്കുന്നു. അവർ അതിനെ ചോദ്യം ചെയ്ത സമയത്ത് അവരെ പൊതുസമൂഹത്തിൽ ഈ പറയുന്ന രീതിയിൽ അവർ ചില ഗൂഢാലോചനകളുടെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിച്ച വനിതാ MLA-മാരടക്കമുള്ളവർ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. ഉമാ തോമസ് അടക്കമുള്ളവർ ഇപ്പോഴും പറയുന്നുണ്ട് രാഹുൽ രാജിവെക്കുന്നതാണ് വേണ്ടതെന്നുള്ളത്. പക്ഷേ പാർട്ടി അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. താൽക്കാലികമായി ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയെ നേരിടാൻ BJP-യോട് തോൽക്കുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പോയിരിക്കുന്നു. രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് കൈ കഴുകുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞതിനെല്ലാം വിരുദ്ധമായി കോൺഗ്രസ് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കോൺഗ്രസിന് മുഖം നഷ്ടമാകുന്ന ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നതിൽ തർക്കമില്ല. ഇനി അറിയേണ്ടത് ഈ വനിതാ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. കാരണം വനിതാ കമ്മീഷൻ നേരത്തെ PK ശശിയുടെ കാര്യത്തിൽ വനിതാ കമ്മീഷൻ പറഞ്ഞത് പാർട്ടി കോടതി കാര്യങ്ങൾ തീരുമാനിച്ചോളുമെന്നാണ്. പരാതി നേരിട്ട് സ്വമേധയാ കേസെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് അന്നത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന CPM നേതാവ് കൂടിയായിട്ടുള്ള MC ജോസഫൈൻ പറഞ്ഞത്. എന്തായാലും ഇത്തവണ സതീദേവിയാണ് CPM നേതാവ് തന്നെയാണ്. പക്ഷേ അവർ എന്തായാലും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായതുകൊണ്ട് തന്നെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതിൽ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കാത്തിരിക്കുന്നു കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസിന് ഈ വിഷയത്തിൽ സുബോമോട്ടോ പ്രകാരം കേസെടുക്കാവുന്ന വെളിപ്പെടുത്തലുകളുടെ വോയിസ് റെക്കോർഡുകളുണ്ട്. അതിനിതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ ആ നടപടികളിലേക്ക് പോലീസ് പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വശത്ത് ഇതൊരു പോലീസ് കേസാവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലീസ് ഒരു പരാതി പോകാതിരിക്കാൻ വേണ്ടി രാഹുൽ കൃത്യമായ ഇടപെടലുകൾ ഇടനിലക്കാർ വഴി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് രാഹുലിനെ MLA എന്ന അധികാരത്തിൽ MLA എന്ന പ്രിവിലേജിൽ തുടരാൻ കോൺഗ്രസ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇരകളെ സ്വാധീനിക്കാൻ കഴിയുന്ന, ഇരകളുടെ മൊഴികൾ പോലും മാറ്റിപ്പറയിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഈ ശബ്ദ സന്ദേശങ്ങൾ തള്ളിപ്പറയാൻ അവരെ കൊണ്ട് തന്നെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന ഒരു അധികാര സ്ഥാനത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് എന്നുള്ളൊരു വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അപ്പോഴും സ്വന്തം രാഷ്ട്രീയ മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ
പ്രജിത്ത്, അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അച്ചടക്ക സമിതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രാഥമിക അന്വേഷണത്തിന് പോലും KPCC നിർദ്ദേശം നൽകാതിരുന്നത്, അങ്ങനെ ഒരു അന്വേഷണം പോലും നടത്താതിരുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ അത്തരമൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ആ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്ന പരിശോധനയിൽ ഈ രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരും, അല്ലെങ്കിൽ രാഹുലിനെതിരായിട്ടുള്ള അടക്കമുള്ള വിഷയങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. മെസ്സേജുകൾ, ചാറ്റുകളൊക്കെ ഈ പരിശോധനാ സമിതിക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ എന്താണ് തങ്ങൾ എന്താണ് അങ്ങനെ രാഹുലിനെ നിലവിലൊരു സസ്പെൻഷൻ മാത്രം കൊടുത്തിട്ട് അദ്ദേഹത്തിനെതിരെ അത്തരം